നമസ്കാരം. കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം. ഒരു പ്രദേശത്തിന്റെ വികസനം ദേവാലയവും വിദ്യാലയവും ആതുരാലയവും ചേർന്ന് പ്രധാന പങ്കുവഹിക്കുന്നു. രക്തസാക്ഷികളുടെ നാടായ കൂത്താട്ടുകുളം ഈ 3 സ്ഥാപനങ്ങളാലും പ്രസിദ്ധമായിരുന്നു. ആതുര ശുശ്രൂഷ രംഗത്ത് ഏറെ ശ്രദ്ധേയമായിരുന്ന കൂത്താട്ടുകുളം രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി ദേവസ്വം സത്രം ബിൽഡിംഗിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ആശുപത്രി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കൂത്താട്ടുകുളത്തിന്റെ വികസന ശില്പി ആയിരുന്ന NI എബ്രഹാം സാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പുതിയ ബിൽഡിംഗിൽ മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ മെഡിക്കൽ വിഭാഗങ്ങളോടും കൂടി ഒട്ടേറെ ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഒരു ആശുപത്രിയായി സമീപകാലം വരെ പ്രവർത്തിച്ചു വന്നിരുന്നു. സ്കൂൾ ഓഫ് നഴ്സിംഗ്, ഡയാലിസിസ് യൂണിറ്റ്, സ്കാനിംഗ്, എക്സ്റേ സെന്ററുകൾ തുടങ്ങിയ കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് ഏറെ പ്രയോജനപ്പെട്ടിരുന്ന ഈ ആശുപത്രി ഇന്ന് കൂത്താട്ടുകുളം നഗരമധ്യത്തിൽ നിലംപൊത്താറായ നിലയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപ വില വരുന്ന മെഷീനുകൾ മോഷണം പോയിരുന്നു. ആലും മാവും കാട്ടുചെടികളും വളർന്ന് ഇഴജന്തുക്കളുടെയും മറ്റ് ക്ഷുദ്രജീവികളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പാവങ്ങൾക്ക് സഹായമാകേണ്ടിയിരുന്ന ഈ ആതുരാലയം അവസാന കാലഘട്ടത്തിലെ ഭരണസമിതി കൊല്ലം കേന്ദ്രമായ ഒരു ട്രസ്റ്റ് ഈ ആശുപത്രിയെ ഏറ്റെടുക്കുന്നതിനുള്ള സമ്മതം അറിയിക്കുകയും പൊതുയോഗം അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ചില തൽപര കക്ഷികൾ കോടതിയിൽ പോവുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തു. ആശുപത്രി ഏറ്റെടുക്കേണ്ടവർ ആ ദൌത്യം ഉപേക്ഷിച്ചുപോയി. ഭരണസമിതി കാലാവധി തീർന്ന് സഹകരണ രജിസ്ട്രാറുടെ കീഴിലാകുകയും ചെയ്തു. ഇപ്പോൾ നാഥനില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആശുപത്രി സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കേണ്ടത് ഈ നാടിന്റെ പൊതുവായ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം. പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.